ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സോസ് എരിവും മധുരവും അതുപോലെ തന്നെ പുളിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ല ഒരു അടിപൊളി സോസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ സ്നാക്സിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളത്തിൽ 2 മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ അളവിലുള്ള പുളി എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇനി 1/2 കപ്പ് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ബ്ലാക്ക് സാൾട്ടും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് അധികം കുറുകി വരേണ്ട ആവശ്യമില്ല. നമുക്ക് സമൂസയുടെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വീറ്റ് ആൻഡ് ഹോട്ട് ആൻഡ് റെസിപ്പി സോസാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.